നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പാഠപുസ്തകത്തിലെ പാട്ടുകളും നാടൻ പാട്ടുകളും ചെറുകവിതകളുമായി വേശാല ഈസ്റ്റ് ALP സ്കൂളിലെ കുട്ടികൾ ഭാഷോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് പാട്ടരങ്ങ് അവതരിപ്പിച്ചു. ചാലോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന പരിപാടി പ്രശസ്ത സിനിമാ സംഗീത സംവിധായകൻ ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നൃത്തം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും അവർ ചെയ്യും. പക്ഷെ ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകുമ്പോൾ പല വിദ്യാലയങ്ങളിൽ എത്തപ്പെടുമ്പോൾ അവർ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഡൂസ് ആൻഡ് ഡോൺസ് എന്നുള്ളൊരു ഒരു ഡിസിപ്ലിൻ അവരിലേക്ക് വരുന്നതോടെ അവർ കുറേശ്ശെ അവരിലുള്ള കഴിവുകൾ മന്ദീഭവിക്കുന്നതായിട്ട് നമുക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കാണാൻ കഴിയും. പക്ഷേ എന്നാൽ ഇപ്പോഴും അങ്ങനെയല്ല. അതിനൊരു തെളിവാണ് ഇന്ന് ഈ സ്കൂളിലെ കുട്ടികൾ ഇവിടെ കാണിച്ചത്. ഇവിടെ സ്വാഗതം പറഞ്ഞ കുട്ടിയായാലും നമ്മളെ ആദ്യമേ പ്രോഗ്രാമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കൊച്ചു 1ാം ക്ലാസ്സുകാരനായാലും ഒക്കെ നമുക്ക് അതിന് വ്യത്യസ്തമായിട്ട് അവരുടെ കഴിവുകൾ കാണിക്കാൻ ഒരു അവസരം ഇവിടെ നമുക്ക് നേരിട്ട് കാണാനുണ്ടായി. ഇതേ കഴിവുകൾ ഇവരുടെ കയ്യിലില്ലാത്ത ഒരു വ്യക്തിയിൽ ആടാനും പാടാനും അഭിനയിക്കാനും എല്ലാമുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് വിദ്യാലയത്തിൻ്റെ പ്രധാന ചുമതല. പ്രധാന അധ്യാപിക OM ശൈലജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ ഭാഷാശേഷി വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പാട്ടുത്സവം സംഘടിപ്പിച്ചത്. പാട്ടരങ്ങ് പരിപാടി ഏറെ വൈവിധ്യവും ആഹ്ലാദകരവുമായിരുന്നു. തളിപ്പറമ്പ് സൗത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജാൻസി ജോൺ, ഡോക്ടർ TP കലാധരൻ, S സൈജ, കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ KV ഷീജ, വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി P സന്തോഷ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലോട് യൂണിറ്റ് പ്രസിഡന്റ് PK സനീഷ് എന്നിവർ സംസാരിച്ചു. കുട്ടികളായ അനുജയ് ജിതേഷ്, ആദ്യ ജിജീഷ്, സ്വാൻദേവ്, ധീരവ് കൃഷ്ണ, ആരോൺ റോഷിത്, ദക്ഷ് വിനായക്, അൻവിത ഷിജു എന്നിവരാണ് അതിഥികളെ പരിചയപ്പെടുത്തിയതും സ്വാഗതവും നന്ദിയും പറഞ്ഞും ചടങ്ങ് നിയന്ത്രിച്ചത്. നാടൻ പാട്ടുകാരൻ ശരത് മയിൽ, ശ്രീജിത്ത് എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. PTA പ്രസിഡന്റ് KT മനോഹരൻ, മദർ PTA പ്രസിഡന്റ് C രൂപ, അധ്യാപകരായ M പ്രവിത, E ശ്രുതി, MM വിജയകുമാരി, മോനിഷ PM, K രമ്യ എന്നിവർ നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്ത വീഡിയോ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.